കുഞ്ഞുങ്ങൾ വാശി പിടിക്കുമ്പോഴോ കടയിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളിലോ ഒക്കെ കിടന്ന് ഉരുളും അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉദ്ദേശിച്ച് പെപ്സി മേടിച്ചു കൊടുക്കാനായിരിക്കാം. അത് നമ്മൾ ഇപ്പോൾ വേണ്ടെന്ന് പറയുമ്പോൾ അത് കിട്ടുന്നവരെ അവർ കിടന്ന് ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ തറയിൽ കിടന്ന് ഉരുളുക ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ശരിക്കും അവരുടെ ആ ഒരു പെരുമാറ്റത്തെയാണ് മാറ്റിയെടുക്കേണ്ടത്. നമ്മൾ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ലേസ് മേടിച്ചു കൊടുക്കാം, പക്ഷേ അത് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്നുള്ളത് അവരെ ശീലിപ്പിക്കണം. ശരിയായ രീതിയിൽ എങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. ബഹളം ഉണ്ടാക്കുമ്പോഴോ വഴക്കുണ്ടാക്കുമ്പോഴോ ഉരുളുമ്പോഴോ നമ്മൾ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. അവരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത്, വെയിറ്റിംഗ് സ്കില്ല് നമ്മൾ ശീലിപ്പിക്കുക. ഈ 10 പ്രാവശ്യം നമ്മൾ കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ 20 പ്രാവശ്യം കൗണ്ട് ചെയ്ത് ഗുഡ് സിറ്റിംഗ്, ഗുഡ് വെയിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ കൈവശം ഇതുണ്ട്, മിടുക്കനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്കിത് സാധിച്ചു കൊടുക്കുമെന്ന് പറയാം. നേരെ മറിച്ച് ഈ വാശി പിടിക്കുന്ന സമയത്ത് അത് സാധിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കാർബണൈസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ആഡഡ് ഫ്ലേവേഴ്സ്, ആഡഡ് ഷുഗർ, ആഡഡ് കളേഴ്സ്, ആഡഡ് പ്രിസർവേറ്റീവ്സ് ഉള്ള ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പം അവരുടെ ഗട്ടിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ നശിച്ചു പോവുക ചെയ്യുന്നു.